രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തമിഴ്നാട്ടിൽ നിന്ന്, ഉച്ചയ്ക്ക് ലഞ്ച് കർണാടകത്തിൽ നിന്ന്, രാത്രി ഡിന്നർ കേരളത്തിൽ നിന്ന്. ഇങ്ങനെ ഒറ്റ ദിവസത്തിൽ 3 സംസ്ഥാനങ്ങളിൽ കൂടെ പോയി വരാൻ പറ്റിയ ഒരു ട്രിപ്പാണ് ഇന്നത്തെ പരിപാടി. രാവിലെ തന്നെ ഒരു കറുപ്പ് കാപ്പിയെ കുടിച്ച് വെയിറ്റ് ചെയ്യുമ്പോഴാണ് മനോജും മുത്തും കൂടെ വരുന്നത്. ഒരു 4 മണിയാകുമ്പോഴേക്കും നേരെ കോയമ്പത്തൂർ വിട്ടു. ഒരു 5-5:30 ആയതും നമ്മുടെ സ്ഥിരം MDS ബേക്കറിലെത്തി. അവിടെ നിന്ന് ഒരു മധുരമില്ലാത്ത ചായയും കുടിച്ചിട്ട് ഫസ്റ്റ് പോകുന്നത് മേട്ടുപ്പാളയം വ്യൂ പോയിന്റിലേക്കാണ്. നമ്മുടെ പിള്ളേർ ആദ്യമായിട്ടാണ് ഊട്ടിയിലേക്ക് ബൈക്കിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അവിടെ എത്തി നേരെ ഊട്ടി സിറ്റിയിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ കോത്തഗിരി എത്തിയതും കോടനാട് വ്യൂ പോയിന്റിൽ പോയാലോ എന്നൊരു പ്ലാന്. നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് വിട്ടു. അത് രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നുമില്ല. നേരെ വ്യൂ പോയിന്റിലേക്ക് ഇട്ടു. വലിയ മിസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ കാഴ്ചകൾ കിട്ടി. അവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഊട്ടി ടൗണിലേക്ക് വന്നു. അവിടെ എത്തിയത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കടയിൽ കയറി പൂരിയും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഫസ്റ്റ് നമ്മൾ പോകുന്നത് 6th മൈലിൽ നിന്നൊരു ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. പഴയ മലയാളം തമിഴ് സിനിമകളൊക്കെ എടുത്തിരുന്ന ഒരു സ്ഥലമാണിത്. നാട്ടിൽ ഇത്രയും കുന്നുകളുണ്ടായിട്ട് 40 രൂപ കൊടുത്ത് നമ്മളെന്തിനാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുന്നതെന്ന് പിള്ളേർ ചോദിച്ചു തുടങ്ങി. കുറച്ച് നേരം നോക്കുമ്പോൾ മനോജ് അവൻ്റെ 300X എടുത്തിട്ട് നേരെ സൂം ചെയ്യണം അടുത്തുള്ള കുന്നിലേക്ക്. അവിടെ കുറച്ച് ആൾക്കാർ കുതിരപ്പുറത്ത് പോകുന്നു. ഞാനും വിട്ടില്ല. ഞാനും എൻ്റെ സാംസങ് S25 അൾട്ര എടുത്ത് നേരെ സൂം ചെയ്തു. അവിടെ നിന്ന് എൻ്റെ വണ്ടിയും പറഞ്ഞ് ചായയെ കുടിച്ച് നേരെ ഇരിക്കുമ്പോഴാണ് പിള്ളേർ പറയുന്നത്, ഇത്രയും നേരമായിട്ട് കോടമഞ്ഞ് കിട്ടിയില്ലല്ലോ എന്ന്. അവസാനം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കോടമഞ്ഞില്ല, ഫുള്ള് മഴയായി. പിള്ളേർക്ക് നല്ല ആവേശമായി. അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത് റെയിൻകോട്ട് ഇട്ടിട്ടാണ് നേരെ ഗൂഡല്ലൂർക്ക് ഇട്ടത്. പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബൈക്ക് യാത്ര. നേരെ പോകുന്നത് മുതുമല കഴിഞ്ഞ് ബന്ദിപ്പൂരിലേക്കാണ്. കാടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല നല്ല കാഴ്ചകൾ കിട്ടി. കാട്ടാനകളെ അടുത്ത് തന്നെ കാണാൻ പറ്റി. പക്ഷേ അപ്പം തന്നെ വേറെ ഒരുത്തൻ പണി പറ്റിച്ചു.